എല്ലാവർക്കും നമസ്കാരം. ഇക്കണോമിക്സിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്കാണ് ഇന്ന് സാറ് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചോദ്യം പരിചയപ്പെടുത്തിയായിരുന്നു. What are the main objectives or what are the main goals of 5-year plans in India? ചോദ്യം അതാണ്. ഏത് വർഷമാണ് ചോദിച്ചത് എന്ന് ഈ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഞാനിട്ട് തരുമ്പോൾ അത് മനസ്സിലാക്കുക. അവിടെ ഒന്നാമത്തെ ഗോൾ അല്ലെങ്കിൽ ഒന്നാമത്തെ എയിം പരിചയപ്പെട്ടു. ഇക്കണോമിക് ഗ്രോത്ത്, സാമ്പത്തിക വളർച്ച. സാമ്പത്തിക വളർച്ച എന്താണെന്ന് പരിചയപ്പെട്ടു. ഞാൻ ചരിത്രം, യൂറോപ്പിൻ്റെ ചരിത്രം അതിലൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തന്നെ, യൂറോപ്പിൻ്റെ ചരിത്രം മൊത്തമല്ല, ഒരു ഏട് മാത്രം എടുത്തുകൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു ഉദാഹരണം തന്ന് മുന്നോട്ട് പോയി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ, മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിൽ വിവിധ മേഖലകളുടെ കോൺട്രിബ്യൂഷനാണ് നമ്മളവിടെ മനസ്സിലാക്കിയത്. അല്ലെങ്കിൽ ഇന്നൊന്നുകൂടെ മനസ്സിലാക്കുക. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ ദേശീയ വരുമാനത്തിൽ ഒരു ഇക്കോണമിയുടെ വിവിധ മേഖലകളുടെ സംഭാവനകൾ എന്തൊക്കെയായിരുന്നു? അവിടെ കുട്ടിക്ക് തോന്നുന്ന സംശയം, സാർ ഏതാ മേഖലകൾ പരിചയപ്പെടുത്തിയായിരുന്നു? പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി. ഈ കോൺട്രിബ്യൂഷൻ, ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷൻ നമുക്ക് എന്താ മനസ്സിലാക്കി തരുന്നത്? അതിൻ്റെ ഘടനാപരമായ സമാഹൃതം, സ്ട്രക്ചറൽ കോമ്പോസിഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. ഓരോ സെക്ടേഴ്സിൻ്റെയും കോൺട്രിബ്യൂഷൻ എങ്ങനെ, അതിൻ്റെ ഘടന എങ്ങനെയാണ്? പ്രൈമറിയുടെ കോൺട്രിബ്യൂഷൻ എത്ര, അതാണ് അവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി, ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര? ടെർഷ്യറി സർവീസ്, സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ ഇത്ര. ₹1 ആയി ദേശീയ വരുമാനം വർദ്ധിക്കുമ്പോൾ അതിൽ കാർഷിക മേഖലയുടെ എത്ര പൈസയുണ്ട് പങ്ക്? വ്യവസായ മേഖലയുടെ പങ്ക് എത്ര പൈസയാണ്? സേവന മേഖലയുടെ എത്ര പൈസ? അങ്ങനെയാണ് ടോട്ടൽ ₹1. അതൊരു സ്ട്രക്ചറൽ കോൺട്രിബ്യൂഷനാണ് നമുക്ക് വെളിപ്പെടുത്തുന്നത്, ഐഡിയ. ഈ ആശയം നമുക്ക് നൽകുന്ന അതിൻ്റെ ഘടനാപരമായ സമാഹൃതമാണ്, സ്ട്രക്ചറൽ കോമ്പോസിഷൻ. ബോർഡിൽ എഴുതിയിട്ടുണ്ട് ആ സ്ട്രക്ചറൽ കോൺട്രിബ്യൂഷൻ, ഘടനാപരമായ സംഭാവനകൾ. പ്രാഥമിക മേഖലയുടേത് എത്ര, ദ്വിതീയ മേഖലയുടേത് എത്ര, സേവന മേഖലയുടേത് എത്ര ശതമാനം? ഇത് കൂടുതൽ മനസ്സിലാക്കുന്നതിന് സാർ ഒരു ചെറിയ ടേബിൾ, ചെറിയൊരു ചാർട്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഇങ്ങനെ 50, 51 മുതൽ 2013, 14 വരെ എഴുതുന്നില്ല ഞാൻ. അത്യാവശ്യം തുടക്കവും അവസാനവും എടുത്ത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുന്നു. പരീക്ഷയ്ക്ക് നിങ്ങൾ അത് ചെയ്യാനും മാർക്ക് തന്നെയാണ്. ഒന്ന് അറിയുക, അതിനുവേണ്ടി മാത്രമാണ്. നോക്കുക, പെർസെൻറ്റേജ് ഷെയർ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ടു GDP, അതാണ് അതിന് കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഓരോ മേഖലയുടെയും എത്ര ശതമാനം വീതമാണ് വിഹിതം? ഒന്നുകൂടെ പറയുന്നു, പെർസെൻറ്റേജ് ഷെയർ, ഓഹരി വിഹിതം ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്. വി നോ സെക്ടേഴ്സ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെർഷ്യറി, അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി ആൻഡ് സർവീസ്, ടു GDP. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ അവയുടെ സംഭാവനകൾ 1950 മുതൽ 51 മുതൽ 2013-14 വരെയുള്ള പങ്ക് ഞാനിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നോട്ട്ബുക്കിൽ കുറിച്ചെടുക്കുക, അല്ലെ നോട്ടിലും ഉണ്ടാവും. നോക്കുക, ഏറ്റവും മുകളിൽ ഞാൻ ഇയർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഞാൻ സെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വർഷങ്ങൾ, സെക്ടേഴ്സ് നോക്കുമ്പോൾ ഏതൊക്കെ അറിയാം, താഴെ എഴുതുക. പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഇനി ഞാൻ വിശദീകരിക്കില്ല. ഇപ്പുറത്ത്
ഇയർ കോളം കണ്ടല്ലോ, 50, 51, 2013-14. ഇവിടെ ഒന്നും കുട്ടിക്ക് പുതിയ കാര്യമല്ല. 50, 51 പ്രൈമറി സെക്ടറിൻ്റെ പങ്കാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2013-14 പ്രൈമറി സെക്ടറിൻ്റെ പങ്കാണ് ഈ കോളത്തിൽ, മൂന്നാമത്തെ കോളത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ താഴോട്ട് നോക്കുക. സെക്കൻഡറി ടേഴ്സറിയുടെ കോൺട്രിബ്യൂഷൻ എത്ര ശതമാനമെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ ചെയ്യുമ്പോൾ ഇവിടെ 100 വരും, ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോഴും 100 വരും, ഫുള്ള് വരും. ശരിയല്ലേ? നോക്കുക, പ്രൈമറി സെക്ടറിൻ്റെ പങ്ക് കോൺട്രിബ്യൂഷൻ 1950-51 55.4% അത് 2013-14 വന്നപ്പോൾ എത്രയായി താഴ്ന്നു? 13.7% അത് താഴ്ന്നു. വിച്ച് മീൻസ്, ഇതിൻ്റെ അർത്ഥം, ഇതും നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം, ഏതൊരു സമ്പത്ത് വ്യവസ്ഥയാണോ വികസിക്കുന്നത് ആ സമ്പത്ത് വ്യവസ്ഥയിൽ കൃഷിയുടെ അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ കുറഞ്ഞും സർവീസ് സെക്ടറിൻ്റെ പങ്ക് ഏറിയും തൊട്ട് താഴെ വ്യാവസായിക മേഖലയുടെ പങ്കും ഉണ്ടാകണം. റാങ്കിങ് കണ്ടോ കുട്ടി? ഇന്നോട്ട് അറിയേണ്ട ഒരു പുതിയ കാര്യമാണ്. ഒരു ഇക്കോണമി ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ, when an economy develops, the share of primary sector is low and the tertiary sector will be high. സെക്കൻഡറി ആണ് സെക്കൻഡ് ലോവസ്റ്റ് സെക്കൻഡ് റാങ്കിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് പ്രയോറിറ്റി എടുക്കാം. ടേർഷ്യറി മുന്നിൽ വരണം, സർവീസ് സെക്ടർ മുന്നിൽ വരണം, സെക്കൻഡറി രണ്ടാമത് വരണം, പ്രൈമറി മൂന്നാമത് വരാം. റാങ്കിങ് കൊടുക്കുന്ന അങ്ങനെ എന്ന് പറഞ്ഞാൽ ദാറ്റ് മീൻസ് ദ ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഈസ് ഗ്രേറ്റർ ദാൻ ദ സെക്കൻഡറി ആൻഡ് ദ പ്രൈമറി. സേവന മേഖലയുടെ പങ്ക് ഉയർന്നും തൊട്ട് താഴെ സെക്കൻഡറിയുടെ പങ്ക് ആയും ഏറ്റവും താഴെ തട്ടിൽ മാത്രമേ ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏതിൻ്റെ ആകാവൂ? കാർഷിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടറിൻ്റെതേ ആകാവൂ. ഇതാണ് എല്ലാ അഡ്വാൻസ്ഡ് നേഷൻസിൻ്റെയും, എല്ലാ വികസിത രാജ്യങ്ങളുടെയും, എല്ലാ പുരോഗമിച്ച രാജ്യങ്ങളുടെയും അവസ്ഥാവിശേഷം. ഇത് കുട്ടി അറിയേണ്ടതാ, ഒരു പുതിയ കാര്യമാണ്. ഒരു രാജ്യം വികസിക്കണമെങ്കിൽ ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ സേവന മേഖലയുടെ പങ്ക് ഏറിയും, നിങ്ങളുടെ ഭാഷ കൂടിയും, അതിൻ്റെ തൊട്ട് താഴെ സെക്കൻഡറി മേഖല, ഇൻഡസ്ട്രിയൽ മേഖല, വ്യവസായ മേഖലയുടെ തൊട്ട് താഴെയും, ഏറ്റവും താഴെ തട്ടിൽ മാത്രമേ ഏറ്റവും കുറവ് ഏതിനായിരിക്കണം? പ്രൈമറി സെക്ടറിൻ്റെതായിരിക്കണം. അതാണോ ഈ ചാർട്ടെന്ന് കുട്ടി പരിശോധിക്കുക. നിങ്ങളുടെ മുന്നിലുണ്ട് വിഷയം, നിങ്ങൾക്ക് തന്നെ അത് പരിശോധിക്കാം. നോക്ക്, പ്രൈമറി 50-51 55.4, 13-14 ആയപ്പോഴത്തേക്ക് കുറഞ്ഞു. ദാറ്റ് മീൻസ് ദ നേഷൻ, അവർ ഇക്കോണമി, ഇന്ത്യ ഈസ് ഗ്രോയിങ്, ഇന്ത്യ വളരുന്നു, തിളങ്ങുന്നു എന്ന മുദ്രാവാക്യം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യ തിളങ്ങുന്നു. അപ്പോൾ നോക്കുക, 13.7% ഇന്ത്യ വളർച്ചയുടെ പാതയിലാണെന്ന് ഈ ആദ്യത്തെ പട്ടിക കോളം നോക്കിക്കൊണ്ട് വിധി എഴുതാം. ശരിയാണല്ലേ? നോക്ക്, സെക്കൻഡറി എടുക്കുക. 50-51 15% 13-14 അപ്പോൾ 21.5. ഇനി നേരെ മൂന്നാമത്തെ സേവന മേഖലയിലേക്ക് വരിക. 29.6 ആയിരുന്നു 50-51 കാലയളവിൽ അവയുടെ കോൺട്രിബ്യൂഷൻ ഷെയർ ആയിരുന്നത്.
64.8. ദാറ്റ് മീൻസ് ഇന്ത്യ വളരെയാണല്ലോ. ഫ്രം ദിസ് ടേബിൾ വി ഗെറ്റ് ദ ഐഡിയ. വി ക്ലിയർ ദാറ്റ്. നമുക്കൊരു കാര്യം വ്യക്തമാക്കാം. ദ ഷെയർ ഓഫ് സർവീസ് സെക്ടർ ഈസ് ഹൈ വെൻ കമ്പയർ വിത്ത് ദ സെക്കൻഡറി ആൻഡ് ദ പ്രൈമറി. ശരിയാണോ? സേവന മേഖലയുടെ പങ്ക് 64.8. തൊട്ട് താഴെ ഏതുണ്ട്? വ്യാവസായിക മേഖലയുടെ പങ്ക് 21.5. ഏറ്റവും താഴെ മാത്രമല്ല ഫിഗറിൽ ഏത് വരുന്നുള്ളൂ? കാർഷിക മേഖലയുടെ പങ്ക് വരുന്നുള്ളൂ. നോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇന്ത്യ ഒരു അഗ്രേറിയൻ ഇക്കോണമി എന്ന് 50-51 സ്വാതന്ത്ര്യകാലത്ത് വിളിച്ചെന്നുള്ളത് ഈ ചാർട്ട് നോക്കിക്കൊണ്ട്, ഈ പട്ടിക നോക്കിക്കൊണ്ട് കുട്ടിക്ക് മനസ്സിലാവില്ലേ? നോക്കുക. 50-51 കാലയളവിൽ നമ്മൾ സമ്പത്ത് വ്യവസ്ഥയെ ഒരു കാർഷിക സമ്പത്ത് വ്യവസ്ഥ എന്ന് വിളിച്ചത് ഇക്കാരണത്താലാണ്. വെറുതെ മൈക്കെടുത്തങ്ങ് വിളിച്ചതല്ല, വേറെ രേഖകൾ നോക്കി പറഞ്ഞതല്ല. ഇത് ആണ് രാജ്യത്തിൻ്റെ വളർച്ച നിശ്ചയിക്കുന്ന രേഖകൾ. ഈ രേഖ നോക്കിക്കൊണ്ട്, അതായത് GDP-യിൽ, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ ഓരോ മേഖലയുടെയും കോൺട്രിബ്യൂഷൻസാണ് സാർ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 50-51 കാർഷിക മേഖലയുടെ പങ്ക് 55.4. ഒരു കാർഷിക രാജ്യമായതുകൊണ്ടാണ്. എന്നാൽ അത് 13-14 ആയപ്പോഴത്തേക്ക് 13.7. പിന്നെ ഏറ്റവും മുകളിൽ ഏത് വന്നു? സേവന മേഖല വന്നു. ദാറ്റ് മീൻസ് ദ നേഷൻ ഈസ് ഗ്രോയിങ് ഓർ ദ നേഷൻ ഈസ് ഡെവലപ്പിംഗ്. അതുകൊണ്ട് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഇന്ത്യൻ ഇക്കോണമി ഈസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി. ഇന്ത്യൻ ഇക്കോണമി ഈസ് എ ഡെവലപ്പിംഗ് എന്ന് പറഞ്ഞാൽ ING കണ്ട, വികസിച്ചു കൊണ്ടിരിക്കുന്ന, അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന, പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അതിൽ അസൂയ ഉള്ള ചൈനയും പാകിസ്ഥാനുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ശരിയാണല്ലോ? ശരിയാണ്. എങ്കിൽ ചൈനയ്ക്ക് നമ്മളോടുള്ള ഈ ശത്രുതയ്ക്ക് എന്താ കാര്യം? അവൻ നമ്മളെ നെഞ്ചിൽ കൂടെ റോഡ് വെട്ടി അവന് പാകിസ്ഥാനിൽ പോകാനുള്ള വഴിയുണ്ടാക്കുന്നു. നമ്മൾ അതിർത്തിയിൽ അവൻ രാവിലെ കയറി 10 ചുവട് മുമ്പോട്ട് വയ്ക്കുന്നു പട്ടാളക്കാർ. ഏതുപോലെ നമ്മളെ വീട്ടിൻ്റെ പരിസരത്ത് നമുക്കൊരു മുള്ളുവേലിയുണ്ട്, അല്ലെങ്കിൽ ഒരു അതിർത്തിയുണ്ട്. ശരിക്കും നമ്മൾ അതിർത്തി മതിൽ കെട്ടി തിരിച്ചിട്ടില്ല. അടുത്ത പുരയിടക്കാരൻ എന്താ ചെയ്യുന്നത്? ഒരു വികലമായ മനസ്സിൻ്റെ ഉടമയാണ്, നല്ല സ്വഭാവമുള്ള ആളല്ലെങ്കിൽ ഉറക്കം ഞാനോ നിങ്ങളോ ഒക്കെ എഴുന്നേൽക്കുന്ന മുമ്പ് അയാൾ അതിൻ്റെ അടുത്ത് വന്ന് ഏതെങ്കിലും ഒരു പാഴ് ചെടി അവിടെ കൊണ്ടങ്ങ് നടും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നേരമില്ല. നമ്മൾ രാവിലെ നമ്മളെ ദിനചര്യകളൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തു പോകും. ഇവൻ്റെ ചിന്ത എന്താണ്? എൻ്റെ പേരിടം കൂടെ അല്പം അവന് കയ്യേറണം. അവിടെ ഒന്നുമില്ല, ശീമ കൊന്നയ ഏതെങ്കിലും ഒരു ഫലവൃക്ഷമോ എന്തെങ്കിലും വെച്ചം പിടിപ്പിക്കും. നമ്മളറിയില്ല. കുറേ കഴിയുമ്പോൾ അത് പിന്നെ ഒന്നും ചെയ്യാനൊക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അവിടെ വലിയൊരു തുക മുടക്കുകയാണെങ്കിൽ, ഒരു വലിയ നിക്ഷേപം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണം, നമുക്ക് കാമ്പൗണ്ട് വാൾ കിട്ടാം. അതൊക്കെ ഞാൻ പിന്നാലെ പറയും എൻ്റെ കാര്യങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് സംബന്ധിച്ച്. ഇപ്പോൾ ഇവിടെ ഒരു പ്രധാന പോയിൻ്റ് പറഞ്ഞ് ഞാൻ ആ പോയിൻ്റ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. എന്താ? ദ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ടു GDP ഫ്രം 1950-51 to 1913-40 അല്ലേ, 13-14 വരെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ പങ്ക് ഈ പട്ടികയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കാണും എന്ന് സാർ വിശ്വസിക്കുന്നു. ഐ എം കൺക്ലൂഡിങ് ദീസ് പോയിൻറ്റ്സ്. എന്താ പോയിൻ്റ്? ഒന്നാമത്തെ ഗോൾ ഇക്കണോമിക് ഗ്രോത്ത്സ്. എന്താ? ഇന്ത്യ ഈസ് എ ഡെവലപ്പിംഗ് ഇക്കോണമി. നമുക്കെന്ത് പറയാം? ഇന്ത്യ ഒരു വികസ്വര രാജ്യമാണ്, വികസിത രാജ്യമല്ല എന്നാണ് നമ്മൾ വിലയിരുത്തിയത്. ശരിയല്ലേ? നോക്കൂ, ഇപ്പോൾ ശരാശരി വാർഷിക വളർച്ചാ നിരക്ക്
1950 കാലയളവിൽ 2%. അത് 80 വരെ 3.5% GDP-യുടെ വളർച്ച ഇന്ത്യയിൽ. എന്നാൽ 13-14 ആയപ്പോൾ GDP-യുടെ വളർച്ച 5.6%. പത്രം എടുത്താൽ കുട്ടികൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയുടെ കോളത്തിൽ നിങ്ങളിത് കണ്ടിട്ടുണ്ട്. GDP ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ഇന്ന് മൈനസിലാണ്. എന്തുകൊണ്ട്? കഴിഞ്ഞ 8 മാസമായിട്ട് ഈ രാജ്യം ഒരു മാരകമായ വിപത്തിൽപ്പെട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. അത് ഗുരുതരമായിക്കൊണ്ടിരിക്കുന്നു. കൊറോണ വൈറസ് അന്ന് മുതൽ ഇന്ന് വരെ പത്രമെടുത്താൽ ഒരു കോളം, ഒരു പേജും ഫ്രണ്ട് പേജും അതിനു വേണ്ടി നീക്കി വച്ചിരിക്കുന്നു. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച താഴോട്ട്. അവിടെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, അതാണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്ട്സ്, ആഭ്യന്തര വളർച്ച, GDP. അത് നിങ്ങളെല്ലാവരും അറിയേണ്ട പദമാണെന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് അതെന്ന് നോക്ക് 13-14 5% അധികമായിരുന്നത് ഇന്ന് കൂപ്പുകുത്തി എന്ന് പറയുന്ന പോലെ താഴത്തിൽ മൈനസായി. ഒന്നും ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യം ലോക്ക്ഡൗൺ പീരീഡിൽ ആദ്യത്തെ 6 മാസം. ഇപ്പം അല്പം ഇത് ഈ തരത്തിൽ മുന്നോട്ട് പോയാൽ രാജ്യം നശിച്ചു പോകുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ 4ാം ഘട്ട ലോക്ക്ഡൗൺ ഈ വരുന്ന 21-ാം തീയതി അവസാനിക്കുന്നത്. പണിശാലകളെല്ലാം തുറക്കാൻ പറഞ്ഞു, പാടത്ത് പണിയെടുക്കാൻ പറഞ്ഞു, തൊഴിലുറപ്പിന് ജോലി ചെയ്യിപ്പിക്കാൻ പറഞ്ഞു, ഓഫീസുകൾ പൂർണ്ണ അവസ്ഥയിൽ എത്താൻ പറഞ്ഞു, യാത്രാ സൗകര്യം എല്ലാം റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ചോദിക്കും, എങ്ങനെ നമ്മുടെ സ്കൂളൊന്നും തുറക്കുന്നത് തീരുമാനമെടുത്തില്ല? ഇല്ലെങ്കിൽ ഇപ്പം മൈനസിൽ കിടക്കുന്ന ഈ രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ വളർച്ച ഇതിൽ നിന്ന് ഇനിയും താഴോട്ട് പോയാൽ ഈ രാജ്യത്ത് ചൈനയോ വേറെ ഏതെങ്കിലും ഒരു രാജ്യം ഇവിടെ കൈയടക്കിക്കളയും. ഒരൊറ്റ കാര്യം കൊണ്ടാണ് ഈ ലോക്ക്ഡൗണിൽ ഇളവുകൾ കൊടുത്തുകൊണ്ട് കേന്ദ്രവും സംസ്ഥാനവും വേണ്ടപ്പെട്ട നിർദ്ദേശങ്ങൾ കാലാകാലങ്ങൾ പുറപ്പെടുവിക്കുന്നത്. സാർ ഇതെന്തിനു പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ ടേം GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന പദം മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. എന്ന് പറഞ്ഞാൽ 1950 അറിയാലോ, 1950 വരെ ഇവിടുത്തെ 900 മുതൽ 50 വരെ ഇവിടുത്തെ ആനുവൽ ഗ്രോത്ത് റേറ്റ് GDP-യിൽ, ശരാശരി വാർഷിക വളർച്ചാ നിരക്ക് GDP-യിൽ 2% പോയിൻ്റാണ്. അത് 2013-14 ആയപ്പോഴത്തേക്ക് എത്രയായി ഉയർന്നു? 5.6%. വേണമെങ്കിൽ വളരെ സാമർഥ്യമുള്ള ഒരു ചോദ്യകർത്താവാണെങ്കിൽ ഞാൻ ഇപ്പം മൈനസാണ്. അപ്പോൾ അതൊന്ന് ഓർത്തേക്കുക. നമുക്ക് ക്ലാസ്സൊക്കെ ചാപ്റ്ററൊക്കെ പഠിപ്പിച്ച് നമ്മൾ ഈ വർഷത്തെ അവസാനം നമ്മൾ ക്വസ്റ്റ്യൻസൊക്കെ വർക്കൗട്ട് ചെയ്യുന്നതോടെ നമുക്കൊന്ന് പരിചയപ്പെടാം, നമുക്ക് ഫിഗർ എടുക്കാം. നമുക്ക് ഈ രാജ്യത്തിൻ്റെ അതെടുക്കുന്നതിന് നമ്മൾ നെറ്റിൽ കയറി നോക്കിയാൽ മതി. ഇപ്പോഴത്തെ വളർച്ചാ നിരക്ക്, ആഭ്യന്തര ഉൽപ്പന്ന വളർച്ചാ നിരക്ക് എത്ര ശതമാനമാണ്? മൈനസിലാണെന്ന് മാത്രമേ ഇപ്പോൾ സാറിന് അറിയാവൂ. അത് കുറേ കൂടെ മാറി വരും. ഈ വർഷത്തിൻ്റെ സാമ്പത്തിക വർഷം അവസാനമാകുമ്പോൾ മാർച്ച് 31 ആകുമ്പോൾ 2021 മാർച്ച് 31 എത്ര % നമുക്ക് നോക്കി വെച്ചുകൊണ്ട് നമുക്ക് പരീക്ഷ ഹാളിൽ കയറാം. ഞാൻ ഉണ്ടാവും, പറഞ്ഞു തരാം. ശരിയില്ലേ? ഒന്നുകൂടെ കേൾക്കുക. സാറിന് കൂടുതൽ പ്രാവശ്യം പറഞ്ഞ് മുഷിവുണ്ടാക്കണ്ട. അപ്പോൾ ഒന്നാമത്തെ ഗോൾ ഇവിടെ വളരെ ഭംഗിയായി സാറ് തീർത്തു. എന്താ ചോദ്യം? വാട്ട് ആർ ദ മെയിൻ ഗോൾസ് ഓഫ് 5 പ്ലാൻസ് ഇൻ ഇന്ത്യ? ഒന്ന്, ഇക്കണോമിക് ഗ്രോത്ത്സ്. രണ്ടാമത്തേലേക്ക് കിടക്കാൻ പോവുകയാണ്. എന്താ ഞാൻ പറഞ്ഞത്? മോഡേണൈസേഷൻ. ആധുനികവൽക്കരണം, നവീകരണം എന്ന വാക്കൊക്കെ നമുക്കിതിന് പറയാം. രണ്ടാമത്തെ ലക്ഷ്യം
The second important goal or objective of 5 plans in India is പോയിന്റ് അങ്ങനെയല്ലേ തുടങ്ങുന്നത്. എന്താ? മോഡേണൈസേഷൻ ഓഫ് ദ ഇക്കോണമി. ഈ രാജ്യത്തിൻ്റെ ആധുനികവൽക്കരണം. ബാക്കി എല്ലാവരും പരിചയപ്പെടുക മോഡേണൈസേഷൻ. അപ്പോൾ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് മോഡേണൈസേഷനാണ്. ദാറ്റ് മീൻസ് എന്താണ് ഈ മോഡേണൈസേഷൻ? It is the use of modern technology in different sectors of the economy. ഈ സമ്പത്ത് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കൽ, അപ്ലൈ ചെയ്യുക. അതിൻ്റെ ഭാഗമായിട്ടൊന്ന് കമ്പ്യൂട്ടറാണ് കംപ്ലീറ്റ്. ഈ ഓൺലൈൻ ക്ലാസ് ഉൾപ്പെടെ എന്തെല്ലാം മാറ്റം രാജ്യത്ത് വന്നത്. ഞാൻ പഠിക്കുമ്പോൾ ഈ സംവിധാനമൊന്നും ഇല്ലായിരുന്നല്ലോ. ഞാൻ ക്ലാസ് റൂമിലാണ്, ക്ലാസ്സിൽ അധ്യാപനം പഠിപ്പിക്കുന്നു, ഞാനത് കേൾക്കുന്നു, പിന്നെ എന്തെല്ലാം രാവിലെ ഇറങ്ങി പോയി തിരിച്ചു വന്ന് നമ്മൾ പഠിക്കുന്നു. ഇപ്പം അത് മാറിയല്ലോ. ഇത് മോഡേണൈസേഷൻ്റെ ഭാഗമാണ് ഓൺലൈൻ ക്ലാസ്. അപ്പോൾ എന്താ? യൂസിങ് മോഡേൺ ടെക്നോളജി ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് ദ ഇക്കോണമി. ഒരു സമ്പത്ത് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളിലും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുക. അതായത് എല്ലാ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസിലാണ്, എല്ലാ ഉൽപ്പാദന മേഖലകളിലും. അതേതൊക്കെ ആയാലും എന്ത്, കാർഷിക മേഖലയായാലുണ്ട്, വ്യാവസായിക മേഖലയായാലും സേവന മേഖല. അതുകൊണ്ട് ഒരൊറ്റ വാചകം ഞാൻ പറഞ്ഞത്, എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുക? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് GDP അല്ലെങ്കിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പ്രത്യേകിച്ച് കാർഷിക മേഖല, വ്യാവസായിക മേഖല, സേവന മേഖല, എല്ലാ മേഖലയിലും ആധുനിക യന്ത്ര സാമഗ്രികൾ, വിദ്യകൾ ഉപയോഗിക്കുക. ഏറ്റവും നൂതന കാർഷിക മേഖലയിലെ നൂതന വിത്ത്, വളം, പ്രയോഗം ഇവയെല്ലാം നടത്തുക. അപ്പോൾ ആ മേഖലയിൽ ഉൽപ്പാദനം 10 മടങ്ങ് വർദ്ധിക്കും. വ്യാവസായിക മേഖലയിൽ ലോകരാഷ്ട്രങ്ങളിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ അത് ഉപയോഗിക്കുക. അപ്പോൾ ഉൽപ്പാദനം വ്യാവസായിക മേഖലയിൽ 10 മടങ്ങ് വർദ്ധിക്കും. അങ്ങനെ ഓരോ സേവന മേഖലയിൽ നിന്ന് പരിഷ്കാരമാണ് ഈ ഓൺലൈൻ ക്ലാസ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ എല്ലാ മേഖലയിലും ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉൽപ്പാദന രീതി അവലംബിക്കലാണ് ഇന്ത്യയുടെ 2ാം പഞ്ചവത്സര പദ്ധതി ലക്ഷ്യമിട്ട രണ്ടാമത്തെ കാര്യം. അതായത് നമ്മുടെ വീക്ഷണത്തിൽ മൊത്തം മാറ്റം വരുത്തുക, നമ്മുടെ ഔട്ട്ലുക്ക്, നമ്മുടെ വീക്ഷണം, നമ്മുടെ കാഴ്ചപ്പാടിൽ മാറ്റം ഉണ്ടാക്കുക, അന്ധവിശ്വാസങ്ങളെല്ലാം ഇല്ലാതാക്കുക. അപ്പം നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ കുഴപ്പം കൊണ്ടാണ് ഈ അന്ധവിശ്വാസത്തിൽ അടിമപ്പെട്ടു പോകുന്നത് ഈ സമൂഹം, അല്ലേ? അപ്പോൾ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കുക. നമ്മുടെ കാഴ്ചപ്പാടിലും ഒറ്റ മാറ്റമുണ്ട്. ഔട്ട്ലുക്കിൽ മോഡേൺ ഔട്ട്ലുക്ക്, ആധുനിക കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം രാജ്യത്തിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി. അതിൽ അന്ധവിശ്വാസങ്ങൾ തടസ്സമാകരുത്, അനാചാരങ്ങൾ തടസ്സമാകരുത്, ജാതി വ്യവസ്ഥ തടസ്സമാകരുത്. എല്ലാവർക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് തുല്യ അവകാശം നൽകണം. വിമൻ റൈറ്റ്സ്, അവർക്ക് തുല്യ അവകാശം നൽകണം. ഇത്തരം കാഴ്ചപ്പാടിലൂടെ മാത്രമേ ഈ രാജ്യത്ത് സമഗ്ര വികസനം കൈവരിക്കാൻ കഴിയൂ എന്നതുകൊണ്ട് തന്നെ മോഡേണൈസേഷനാണ് ലക്ഷ്യമിട്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഞാനീ പറഞ്ഞതെല്ലാം ഓർക്കാമല്ലോ. എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുക? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക. അതാണ് മോഡേണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാത്രമല്ല, ഒരു മാറ്റം മേലുണ്ടാകണം, നമ്മുടെ ഔട്ട്ലുക്കിലുണ്ടാകണം. മോഡേൺ ഔട്ട്ലുക്കായിരിക്കണം. ആ മോഡേൺ ഔട്ട്ലുക്ക് മീൻസ് ആധുനിക വീക്ഷണം ഉണ്ടാകണമെങ്കിൽ ഇന്ന് ഈ രാജ്യത്ത് നിൽക്കുന്ന അനാചാരങ്ങൾ പലതും, അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ജാതി വ്യവസ്ഥയും ഒക്കെ മാറണം. സ്ത്രീക്ക്
പുരുഷനോടൊപ്പം തന്നെ തുല്യ പരിഗണന ഈ സമൂഹത്തിലുണ്ടാകണം. ഇതൊക്കെ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. അതില്ലെന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ പുരോഗതി കൈവരിക്കാൻ കഴിയത്തില്ല. നോക്കുക, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടാമത്തെ ഗോള് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. രണ്ടാമത്തെ ഗോളെന്ന് പറയുന്നത് മോഡേണൈസേഷൻ. നോക്ക്, ആധുനികവൽക്കരണം. അതിന് പറയേണ്ടതില്ലല്ലോ. ആപ്ലിക്കേഷൻ ഓർ യൂസ് ഓഫ് മോഡേൺ ടെക്നോളജി in different sectors of economy such as agriculture, industrial and service sector. Then only the share of these sectors must be high in gross domestic products. എങ്കിൽ മാത്രമേ GDP-യിൽ ഇവയുടെ പങ്ക് വലുതാകുകയുള്ളൂ. അതിനുവേണ്ടി എന്തുണ്ടാകണം? ഒരു ദീർഘവീക്ഷണം എന്നല്ല ഇവിടെ പറയുന്നത്, ആധുനിക വീക്ഷണം, ഔട്ട്ലുക്ക്. എല്ലാവർക്കും അറിയാൻ നോക്കണം, ഔട്ട്ലുക്ക്, ഒരു മോഡേൺ ഔട്ട്ലുക്ക് ഉണ്ടാകണം. അത് ഏതൊക്കെ വഴിമാർക്ക് കൊടുക്കണം? സൂപ്പർസ്റ്റിഷ്യൻസ്, അന്ധവിശ്വാസങ്ങൾ, വാക്ക് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് അന്ധവിശ്വാസം. സൂപ്പർസ്റ്റിഷ്യൻസ്, കാസ്റ്റ് സിസ്റ്റം, ബോർഡ് വേണമെങ്കിൽ എഴുതാം. കാസ്റ്റ് സിസ്റ്റം, അൺടച്ചബിലിറ്റി, തൊട്ടുകൂടാത്തവർ നിണ്ടിക്കൂടത്തര, അൺടച്ചബിലിറ്റി, വിമൻ റൈറ്റ്സ്, സ്ത്രീക്ക് തുല്യ പരിഗണന, അവകാശം, ഇതെല്ലാം ദാറ്റ് ഷുഡ് ബി റിമൂവ്ഡ് ഇൻ ദി സൊസൈറ്റി. ഈ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കിയേ മതിയാവും. എങ്കിലേ നമ്മൾ ആധുനികവൽക്കരണത്തിൽ പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഒരു വളർച്ച രാജ്യത്തിന് കൈവരിക്കാൻ സാധ്യമാകുകയുള്ളൂ. ദിസ് ടുഡേ ഐ ആം കൺക്ലൂഡിങ് ഈ ദിസ് പോയിൻറ്റ്സ്. അപ്പോൾ രണ്ടാമത്തെ പോയിൻ്റ് മോഡേണൈസേഷൻ. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ മൂന്നാമത്തെ സെൽഫ് റിലയൻസ് ഞാൻ പഠിപ്പിക്കും. ഇത് ഒന്നിലധികം തവണ നിങ്ങൾ കേൾക്കുക. ഞാൻ അതിൽ കൂടുതൽ തന്നാൽ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ട് ക്ലാസ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഒന്നധികം പ്രാവശ്യം കേൾക്കുക, പുതിയ കാര്യങ്ങൾ കുറിച്ചെടുക്കുക. ഇന്ന് നോട്ട് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സാറുമായിട്ടോ ഇവിടെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ അതൊന്നുകൂടെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ക്ലിയർ ചെയ്യാൻ നോട്ട് വായിച്ച് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ആ നോട്ട് നിങ്ങൾ കൈ കിട്ടി നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രമേ സാർ അതിലേക്ക് കടക്കുകയുള്ളൂ. എല്ലാവർക്കും നന്ദി.